ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. കഴിഞ്ഞ വീഡിയോസിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് എന്നിവയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള വീഡിയോസാണ് കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആൾക്കാർ പോയി കാണുക. ഇന്നത്തെ വീഡിയോയിൽ 4th വീക്ക് ഓഫ് പ്രഗ്നൻസി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞിൻ്റെ വളർച്ച എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഈ ടൈമിൽ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ എന്ന് പറയുന്നത് മെൻസസ് ടൈമാണ്, 7 ഡേയ്സ്. രണ്ടാമത് പറയുന്ന ഓവുലേഷൻ, രണ്ടാമത്തെ വീക്കിൽ ഓവുലേഷനാണ്. മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ, അതായത് മൂന്നാമത്തെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ 4th വീക്കിൻ്റെ ആദ്യ ദിവസങ്ങളിലായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് നമുക്കത് ഉറപ്പിക്കാം. അതായത് കുഞ്ഞിൻ്റെ വളർച്ച ആ ടൈം തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ 4th വീക്കിൽ ആണ് ഇത് സംഭവിക്കുന്നത്. ആ ടൈം മുതൽ, അത് ചിലപ്പം ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും, എന്നാലും ആ ടൈം മുതൽ അതായത് ഈ ഒരു സമയത്ത് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർമോസ്റ്റ് സെൽസിൽ അതായത് 3 ലെയേഴ്സ് ഫോം ചെയ്യും. ഈ ടൈമിൽ നമ്മൾ ബ്ലാസ്റ്റോസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് യൂട്രസിൽ പോയി അറ്റാച്ച് ചെയ്യുന്ന ഭ്രൂണമാണ്. അപ്പോൾ ഈ ടൈമിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ലെയേഴ്സ് ഫോം ചെയ്യും. ഫസ്റ്റ് ലെയർ എൻഡോഡേമാണ്. ഈ എൻഡോഡേമാണ് ഇന്നർ ലെയറായിട്ട് പറയുന്നത്. ഈ ലെയറിൽ നിന്നാണ് കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവും പാങ്ക്രിയാസും ലിവറും ബ്ലാഡറും തൈറോയ്ഡ് ഗ്ലാൻഡ് ശ്വാസകോശം ഒക്കെ ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ ലെയർ, അതായത് മിഡിൽ ലെയറാണ് മീസോഡേം എന്നുള്ളത്. ഈ മീസോഡേം എന്ന് പറയുന്ന ലെയറിൽ നിന്നാണ് ഹാർട്ടും കുഞ്ഞിൻ്റെ സെക്സ് ഓർഗൻസ്, ബോൺസ്, മസിൽസ്, ബ്ലഡ് സെൽസ്, കിഡ്നി എന്നിവ ഉണ്ടാവുന്നത്. മൂന്നാമത്തെ ലെയറാണ് എക്ടോഡേം. എക്ടോഡേമിൽ നിന്നാണ് കുഞ്ഞിൻ്റെ സ്കിന്ന്, ബ്രെയിന്, നെർവസ് സിസ്റ്റം, ഹെയർ, ഐസ്, ടീത്ത്, നെയിൽ എന്നിവയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലാസ്റ്റോസിൻ്റെ പുറത്തുള്ള ലെയർ, അതായത് യൂട്രസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മൾ പറയുണ്ടായി. പിന്നീട് അത് പ്ലാസൻ്റ ആയിട്ട് അല്ലെങ്കിൽ മറുപിള്ളയായിട്ട് മാറുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റോസിൻ്റെ പുറത്തുള്ള ലെയർ മറുപിള്ളയായിട്ടാണ് പിന്നീട് മാറുന്നത്. ഈ പ്ലാസൻ്റയാണ് HCG, അതായത് ഹ്യൂമൻ കോറിയോണിക് ഗൊണോട്രോപ്പിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹോർമോണ് ആദ്യം റിലീസ് ചെയ്യപ്പെടുന്നത് ബ്ലഡിലോട്ടായിരിക്കും. പിന്നീടാണ് അത് യൂറിനിലൂടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിലാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിനിൽ ഈ HCGയുടെ ഹ്യൂമൻ കോറിയോണിക് ഗൊണോട്രോപ്പിൻ്റെ പ്രസൻസ് കാണുകയും അത് പ്രഗ്നൻറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ടൈമിൽ നമുക്ക് 4th വീക്കിൻ്റെ അവസാന സമയത്ത് നമുക്കത് അറിയാൻ സാധിക്കും, പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ചിലപ്പോൾ ഒരു 1 വീക്കൊക്കെ വേരിയേഷൻ ഉണ്ടാവും, എന്നാലും നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് പ്രഗ്നൻ്റ് ആണോ ഇല്ല എന്നുള്ളത് അറിയാൻ സാധിക്കും. ഈ വീക്കിൽ തന്നെ കുഞ്ഞിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അമ്നിയോട്ടിക് സാക്കും ഫോം ചെയ്യും. അതൊരു വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള ഒന്നാണ്. അപ്പോൾ അത് ഫോം ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും ആ ടൈമിൽ, അതായത് യോക്ക് സാക്ക് വഴിയാണ് കുഞ്ഞിന് ആവശ്യമുള്ള ഓക്സിജനും പ്രോട്ടീനും ഒക്കെ ലഭിക്കുന്നത്. പിന്നീടത് പ്ലാസൻ്റ നല്ലതുപോലെ തന്നെ ഫോം ആയതിനു ശേഷം പ്ലാസൻ്റ വഴിയായിരിക്കും കുഞ്ഞിന് ആവശ്യമുള്ള ഓക്സിജനും പോഷകങ്ങളും പിന്നീട് കുഞ്ഞിലേക്ക് എത്തുന്നത്. പ്രഗ്നൻ്റ് ആണ് എന്നത് അറിയുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ടൈമിൽ, അതായത് 4th വീക്കിൽ ബേബിയുടെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കസ്കസ് സീഡ്സ് ഇല്ലേ, അതിൻ്റെ അത്രേ കാണത്തുള്ളൂ. 4th വീക്ക് ലാസ്റ്റ് ഡേയ്സിലായിരിക്കും പ്രഗ്നൻസി കിറ്റ് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഉപയോഗിച്ച് നോക്കുമ്പോൾ, ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയാമെന്നുള്ളത്. അഥവാ അതിൽ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 4th വീക്കിൽ ലാസ്റ്റ് ഡേയ്സിൽ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറാറുണ്ട്. പക്ഷേ ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ HCG ഹോർമോൺ ഫസ്റ്റ് റിലീസാവുന്ന കൂടുതലും ബ്ലഡിലായിരിക്കും ആദ്യം റിലീസാവുന്നത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ പോസിറ്റീവ് റിസൾട്ട് ലഭിക്കും, പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ. ഇനി പ്രഗ്നൻസി, അതായത് 4th വീക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എന്തൊക്കെ സിംറ്റംസ് കാണിക്കും
പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കും എന്നുള്ളത് നോക്കാം. അതായത് പ്രഗ്നൻസി സിംറ്റംസ് 4th വീക്കിൽ കാണുന്നത് ഞാൻ നേരത്തെ 3rd വീക്കിലും പറയണ്ടായി. അതായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. അതായത് ഈ ഭ്രൂണം യൂട്രസിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള ബ്ലഡ് സെൽസിന് ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ബ്ലീഡിങ്. ആ ബ്ലീഡിങ് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവാം. അത് എല്ലാവർക്കും കാണണമെന്നില്ല. ഒരു സ്പോട്ടിങ് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നീടുള്ളത് നിപ്പിള് സെൻസിറ്റീവായിട്ട് കാണും. ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടാം. ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാം. ചിലർക്ക് മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡാണെന്നുള്ളൊരു തോന്നാം. പിന്നെ വെജനൽ ഡിസ്ചാർജ് ഉണ്ടാവാം. ചിലർക്ക് ഈ ടൈമിൽ ഓക്കാനവും ഛർദിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. പക്ഷേ എല്ലാവർക്കും ഈ ടൈമിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കണമെന്നും ഇല്ല. പിന്നീടുള്ളത് ഈ ടൈം, അതായത് പ്രഗ്നൻസി കാത്തിരിക്കുന്നവരാണ്, പ്രഗ്നൻ്റ് ആവണമെന്ന് കാത്തിരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഇതിനൊരു പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ ടൈമിൽ കഴിവതും അമിതമായിട്ടുള്ള ജോലികൾ ഒഴിവാക്കുക. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 മന്ത്സിലാണ് മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് 4th വീക്കിൽ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്തത് 5th വീക്കിൽ എന്തൊക്കെയാണ് അറിയേണ്ടതെന്നതിനെപ്പറ്റി പറയാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.